സാറേ രാഘവേട്ടാ, നിന്റെ മുടി എന്താ സാറേ കാണിക്കുന്നത്? സാറേ വിട് സാറേ, വിട് സാറേ. മാറി നിൽക്കണം. രാഘവേട്ടാ. പൊക്കോളം, എല്ലാം പൊക്കോളം, പൊക്കോളം. എന്റെ മോനെ പറയണ്ട, അങ്ങനെ തോർത്തിയേ എനിക്ക് വേണ്ട. പോ, ഒന്നും വേണ്ട, പോടുന്നു. സാറേ എന്താ സാറേ കാണിക്കുന്നേ? പോടവിടുന്ന്. എവിടെങ്കിലും എന്റെ മോനെ വിളിച്ചോണ്ട് വരണം. ആ, അല്ലെങ്കിൽ ഈ വീട് ഞാൻ തീയിടും, തീയിടും. എല്ലാത്തിനും കത്തിച്ച് ചാമ്പലാക്കും ഞാൻ. മാറണേ, മാറണേ. ആ, ഒരെണ്ണത്തിനും ഞാൻ താമസിപ്പിക്കത്തില്ല. ഒരെണ്ണത്തിനും ഞാൻ ഇവിടെ താമസിപ്പിക്കത്തില്ല. രാഘവേട്ടാ, സാറേ എന്താ സാറേ? എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? രാഘവേട്ടാ, രാഘവേട്ടാ. ഒറ്റൊരെണ്ണത്തിനും ഞാൻ ഇവിടെ താമസിപ്പിക്കത്തില്ല. എന്റെ മോനില്ലാത്ത വീട്ടില് ഒരാളും താമസിക്കണ്ട. അയ്യോ, ആ, എല്ലാം ഈ വീട്ടിൽ നയിക്കണം. ഇപ്പൊ ഇറങ്ങണം. രാഘവേട്ടാ, ഞാൻ ഈ വീട്ടിലെ തീടാൻ പോവാ, രാഘവേട്ടാ, രാഘവേട്ടാ, തീടാൻ പോവാ. രാഘവേട്ടാ, അത് നമ്മുടെ മോൻ വിഷ്ണു അല്ല. അത് നീയാണോ തീരുമാനിക്കുന്നേ? അത് ആ, എന്റെ മോൻ വിഷ്ണു ഇന്നോടെ വന്നിരിക്കണം. ഇല്ലെങ്കിലേ ഈ രാഘവൻ ആരാണെന്ന് നീ അറിയും. രാഘവേട്ടാ, മകളെ വിഷ്ണുവേ, രാഘവേട്ടാ, രാഘവേട്ടാ അവിടെ നിന്നേ. ഞാൻ വാമേ, ഇനി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ എന്റെ മോൻ വിഷ്ണു എന്റെ അടുത്ത് വരണം. ശ്ശോ. ആ, അവരെ കണ്ടെങ്കിൽ ഞാൻ വെള്ളം പോലും കുടിക്കത്തുള്ളൂ. തമിഴോ? രാഘവേട്ടാ, പറയുന്നൊന്ന്. വിഷ്ണു വരണം. ശ്ശോ, രാഘവേട്ടാ. ആ, എന്റെ ദൈവമേ, രാഘവേട്ടനെ കൊണ്ട് തോറ്റു. വിഷ്ണുവേ, വിഷ്ണു. വിഷു വരട്ടെ, എന്നിട്ട് പച്ചവെള്ളം പോലും കുടിക്കത്തുള്ളൂ. ശ്ശോ, ഇനിയിപ്പോ എന്ത് ചെയ്യും സത്യാമ്മേ? എനിക്കെങ്ങനെ അറിയാം? വരട്ടെ, വരട്ടെ. എന്റെ പൊന്നു മോളെ, എന്റെ പണി കളയിക്കരുത്. ഇത് ഡോക്ടറുടെ പേഴ്സണൽ അലമാരി വെച്ചിരുന്ന ഫയലാ. പുറത്തറിയരുതെന്ന് വെച്ച് പ്രത്യേകം സൂക്ഷിക്കുന്നതാ. അതിലാ ഞാൻ ഈ സാഹസം കാണിക്കുന്നത്. രമണിക്ക് എന്നെ വിശ്വസിക്കാം. എനിക്കറിയാലോ ഇതിന്റെ സീരിയസ്നെസ്. പിന്നെ ആ ഡോക്ടറാണെങ്കിൽ വലിയ ചൂടനാ. ഇതാണെങ്കിൽ പുറത്താരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യവും. ദാ എനിക്ക് രമണി ചെയ്തെന്ന ഈ സഹായം രമണിക്ക് ഒരിക്കലും ഒരു ദോഷമായിട്ട് വരാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാ. അതിന്റെ പുണ്യം രമണിക്കുണ്ടാവും. ദാ പിന്നെ ഇതിൽ 2 ഫോട്ടോ ഉണ്ട്. അതിൽ ആദ്യം കാണുന്ന ഫോട്ടോ ഡോണറിന്റെയാ, ഹാർട്ട് കൊടുത്ത ആളുടെ. രണ്ടാമത്തെ ഫോട്ടോയാ റെസിപ്പിയന്റിന്റെ, അതായത് ഹാർട്ട് സ്വീകരിച്ച ആളിന്റെ. കൊടുത്ത ആളെ എനിക്കറിയാം. എനിക്കറിയേണ്ടത് സ്വീകരിച്ച ആളെയാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ എന്നെ അവിടെ തിരക്കും. ആ രമണി, താങ്ക്സ്. ഓക്കെ.
രണ്ടാമത്തെ ഫോട്ടോയാ റെസിപ്പിയന്റിന്റെ, അതായത് ഹാർട്ട് സ്വീകരിച്ച ആളിന്റെ. അപ്പോ ഇയാൾക്കാണ് വിഷ്ണുവിന്റെ ഹാർട്ട് കൊടുത്തിരിക്കുന്നത്. എക്സ്ക്യൂസ് മീ, ഡോക്ടർ പ്രകാശിനെ ഒന്ന് കാണണം. ഡോക്ടർ പ്രകാശ് വന്നിട്ടില്ലല്ലോ. ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല. പ്രകാശിനെ അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എങ്കിൽ ഡോക്ടർ അരുണിനെ ഞാൻ കണക്ട് ചെയ്തു തരാം. ഡോക്ടർ പ്രകാശിന്റെ ഫ്രണ്ടാ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. ശരി, വലിയ ഉപകാരം. അപ്പോ വിഷ്ണുവിന്റെ ഹൃദയം ഇയാൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇയാളിലൂടെ വിഷ്ണു ജീവിക്കുന്നുണ്ട്. ആരായിരിക്കും ഇയാള്? ഹലോ. ആ മോളെ, ഞാൻ ശാരദയാ, കുടുംബശ്രീ ഹോട്ടലിലെ കളക്ടർ ശാലിനിയുടെ അമ്മ. ആ അമ്മേ, എനിക്കിപ്പോഴാ മനസ്സിലായത്. ആ അമ്മ പറഞ്ഞോളൂ, എന്താ വിളിച്ചത്? അത് എനിക്ക് മോളെ ഒന്ന് കാണണമായിരുന്നു. ഇവിടെ ഒന്ന് വീട് വരെ വരാവോ?